ചേച്ചി? ഒരു പരാതി പറയാൻ വന്നതാ സാറേ. ഇങ്ങ് തരൂ. ആ കസേര എടുത്തിട്ടിരിക്കും. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. ഏയ്, അങ്ങനെ പേടിക്കൊന്നും വേണ്ട. ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഭയരഹിതരായി പൊതുജനങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും കയറി വന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇടമാണെന്നാ. ഇരിക്കെ. ഭർത്താവിനെതിരെയാണ് പരാതിയല്ലേ? അത് ഭർത്താവല്ല, കാലമാണെന്ന്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സ്വൈര്യവും അയാൾ എനിക്ക് തന്നിട്ടില്ല. ആദ്യം അയാളെ തള്ളക്കായിരുന്നു സൂക്കേട്. ഞങ്ങൾ ഒന്നിച്ച് മുറി കയറിയ അപ്പ കീറാൻ തുടങ്ങും. അയ്യോ മോനെ, അമ്മച്ചിയുടെ കയ്യും കാലും കോച്ച് വിറയ്ക്കുന്നടാ, ഒന്നെണീറ്റ് വന്ന് തിരുമി താടാന്ന്. ഞാൻ ചെന്ന് തിരുമിയ അവർക്ക് പറ്റൂല. പുന്നാര മോൻ ചെന്ന് തിരുമിയാലേ അവർക്ക് ഉറക്കം വരുമെന്ന്. അങ്ങനെ 2 കൊല്ലം ഒരുപാട് വഴക്കുണ്ടാക്കിയാ മാറി താമസിച്ചത്. അതിനുശേഷാ സാറേ എനിക്കൊരു കൊച്ചുണ്ടാവുന്നത്. എത്ര കുട്ടികളുണ്ട് ഇപ്പോ? 2 ആമ്പിള്ളാര്. അതിനുവേണ്ടി മാത്രമേ അങ്ങനെ എന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി. എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പോ എന്റെ അത്ര സുന്ദരി ആ പ്രദേശത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ കോലം കണ്ടോ സാറേ? ആ കാലമാണ് ഇടിച്ച് ചതച്ച് കോലം കെടുത്തിയതാ. കല്യാണം കഴിഞ്ഞതിന്റെ 5-ാം ദിവസം ഞങ്ങൾ ഒന്നിച്ചൊരു സിനിമ കണ്ടതാ. എനിക്കൊരു നല്ല സാരി വാങ്ങി തന്നിട്ടില്ല. കുട്ടികളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ആഴ്ച കുടുംബശ്രീന്ന് 10,000 എടുത്തു കൊടുത്താ കൊടുക്കുന്ന ദിവസം മാത്രം സമാധാനം തരും. പിറ്റേ ദിവസം തൊട്ട് ഉപദ്രവം തുടങ്ങും. എനിക്ക് മടുത്തു സാറേ. തല്ലുകൊള്ളനും തെറി കേൾക്കാൻ എനിക്ക് വയ്യ. മദ്യപിച്ചിട്ടാണോ ഭർത്താവ് ഉപദ്രവിക്കുന്നത്? എപ്പോഴും കുടിയാ. കുടിച്ച് വെളിവ് കേട്ട് കൂട്ടുകാരൻ കുട്ടി വീട്ടിൽ വന്നിരുന്നും കുടിക്കും. ഞാൻ പിള്ളേരെയും കുട്ടി മുറി കയറി വാതില് കുറ്റിയിട്ടിരിക്കും. എനിക്ക് എന്തിനാ സാറേ ഇങ്ങനെ ഒരു കെട്ടിയോ? എനിക്കിനി അങ്ങനെ ഇവിടെ ജീവിക്കണ്ട. ഞങ്ങൾ അങ്ങ് പിരിച്ചേരെ. അത് പിന്നെ ഇത് ഭാര്യ ഭർത്താക്കന്മാരെ വേർപെടുത്തുന്ന സ്ഥലമല്ല. 2 കൂട്ടരെയും വിളിച്ചു വരുത്തി വിശദമായി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇടവാ. ചേച്ചിയുടെ ഭർത്താവിനെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം. എന്നിട്ടൊരു താക്കീതും കൊടുക്കാം. താക്കീത് വേണ്ട സാറേ, നല്ല താങ്ങ് കൊടുക്കണം. എങ്കിലേ പഠിക്കൂ. ചേച്ചിയുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ പരാതിയിന്മേൽ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് കേസ് ചാർജ് ചെയ്താൽ നിങ്ങളുടെ ഭർത്താവിന് ശിക്ഷ കിട്ടുകയും ചെയ്യും. അങ്ങയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ പിള്ളേരും ആത്മഹത്യ ചെയ്യും. ഷോ, അതാണോ എല്ലാത്തിനുള്ള പരിഹാരം? ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ അത് പരിഹരിക്കാനും മാർഗങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതിന് ശ്രമിക്കാം. ചേച്ചിയുടെ ഭർത്താവിനെ നാളെ വിളിപ്പിക്കാം. ചേച്ചിയും കൂടെ ഉണ്ടാവണം. ഞാൻ കൂടെ വരത്തില്ല. കൂടെ വരണ്ട. ഭർത്താവ് വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. അത് ഞാൻ ഏറ്റു. അങ്ങനെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്തേക്കണേ സാറേ. എന്നാ ഇതിരിക്കട്ടെ. എന്താ ഇത്? എന്റെ ഒരു സന്തോഷത്തിന്. പിന്നെ ആ കാലമാടനിട്ട് നല്ല ഇടി കൊടുക്കണം. എന്നെ ഇനി തല്ലില്ലാന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങണം. ദാ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന്. ആ ബോർഡ് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെയൊക്കെ ബോർഡുണ്ടോ അവിടെയൊക്കെ കാര്യം നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. ഇല്ലെങ്കിൽ തേരാപ്പാര ഒരുപാട് നടത്തിക്കും. ഏതായാലും ആ ഏർപ്പാട് ഇവിടെ ഇല്ല. അത് കൈ തന്നെ ഇരിക്കട്ടെ. അതിപ്പോ ഇതെടുത്ത് പേഴ്സിൽ വെക്കുക ചേച്ചി. നിങ്ങളുടെ ദുരിത ജീവിതം ഞങ്ങൾക്ക് മനസ്സിലായി. അതിനനുസരിച്ചുള്ള നിയമപരിരക്ഷയും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പൊയ്ക്കോളൂ. എന്നാ പോയിട്ട് നാളെ വരാം സാറുമാരെ. അല്ല, പലരെയും കണ്ടിട്ടുണ്ട്. ഭർത്താവിന് തല്ലാൻ കൈക്കൂലി കൊടുക്കുന്ന ഭാര്യ ആദ്യമായിട്ട് കാണുക. പിന്നെ ഭർത്താവിനെ അമ്മായിയമ്മയും കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന നാട്ടിലാ നമ്മൾ ജീവിക്കുന്നത്. സ്ഥിരമായി ഭാര്യയെ തല്ലുന്ന ഭർത്താക്കന്മാർക്ക് ഈ അടിയുടെയും ഇടിയുടെയും വേദന എന്താണെന്നൊന്ന് അറിയിച്ചു കൊടുക്കുന്നത് നല്ലതാ. നാളെ അയാളിങ്ങ് വരട്ടെ. സാറേ, ഞാൻ പറഞ്ഞില്ലേ ഒരു വിജയന്റെ കാര്യം. അവൻ വന്നിട്ടുണ്ട്. സാർ അവന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കൊടുക്കണം. ഇങ്ങോട്ട് വിളിക്കാം. വിജയ, ഇങ്ങ് വാ. വരൂ. എന്താ വിജയന്റെ പ്രശ്നം? എന്റെ ഭാര്യ സാറേ എന്റെ പ്രശ്നം. അവളുടെ മാനസിക പീഡന കാരണം ജീവിക്കാൻ വയ്യാതായിരിക്കുക. തറവാട്ട് വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്.
അവിടെ വെച്ച് എന്റെ അമ്മയും പെങ്ങന്മാരുമായിട്ട് അവൾ ഉടക്കി. ഇനി അവിടെ നിന്നാ ഒരു കൊലപാതകം നടക്കുമെന്നായപ്പോ ഞങ്ങൾ മാറി താമസിച്ചു. വരവറിഞ്ഞ് ജീവിക്കാൻ അവൾക്ക് അറിഞ്ഞൂടാ. എത്ര കിട്ടിയാലും അവൾക്ക് തികയത്തില്ല. എല്ലാ മാസവും എവിടെയെങ്കിലും ടൂർ പോകണം. എല്ലാ ആഴ്ചയിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം. ഒരു പെട്ടിക്കട നടത്തുന്ന എനിക്ക് എവിടുന്നാ സാറേ അതിനുള്ള വരുമാനം? ആ, തനിക്ക് ഇത്ര വരുമാനമേ ഉള്ളെന്ന് ഭാര്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ടൂർ പോകുന്നതും ഹോട്ടലിൽ പോകുന്നതും നിയന്ത്രിക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ അപ്പോഴേ അവള് കുട്ടികളെയും കൂട്ടി അടുക്കളയിൽ കയറി ഗ്യാസ് സ്റ്റവ് തുറന്നുവിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കും. വലിയവായി നിലവിളിച്ച് ഞാൻ അവളെ മർദ്ദിച്ചെന്ന് നാട്ടി മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കും. കഴിഞ്ഞ ദിവസം നിവൃത്തി കെട്ട് ഞാൻ അവളെ ഒന്ന് തല്ലി. അതിന്റെ പ്രതികാരമായിട്ട് വീട്ടിലെ ഓരോരോ ഉപകരണങ്ങൾ നശിപ്പിക്കുക. വിജയ മെന്റലാണോ? അഹങ്കാരം അല്ലാതെ എന്താ സാറേ? അവക്ക് ഇഷ്ടം പോലെ സുഖിച്ച് ജീവിക്കണം. സാറിന് അറിയാമോ, ഞാൻ എവിടേക്കെങ്കിലും മാറിയ അപ്പൊ തന്നെ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി അത്യാവശ്യമാ, ചേട്ടൻ വീട്ടിലില്ല, വരുമ്പോ തരാമെന്നും പറഞ്ഞ് 1000 5000 ഒക്കെ കടം വാങ്ങിക്കും. പിന്നെ അവര് ചോദിക്കുമ്പോഴാ ഞാൻ അറിയുന്നത്. അതൊരു വിചിത്ര സ്വഭാവം തന്നെയല്ലോ സെബാസ്റ്റ്യ. അല്ല വിജയ, ഈ പണമൊക്കെ എന്ത് ചെയ്തു? അത് ചോദിക്കുമ്പോഴല്ലേ സാറേ ഗ്യാസ് തുറന്നു വിട്ട് ആത്മഹത്യാ ഭീഷണി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ല. മക്കളെ ഓർത്താ ക്ഷമിക്കുന്നത്. ഇപ്പൊ എന്റെ എല്ലാ ക്ഷമയും നശിച്ചു. പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. കുടുംബങ്ങളിൽ സ്ത്രീകളുടെ മാനസിക പീഡനം കൊണ്ട് നെഞ്ചു പിടഞ്ഞു കഴിയുന്ന ഭർത്താക്കന്മാരെ സംരക്ഷിക്കാൻ ഒരു സംഘടനയില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ ഉണ്ടായില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ചിലപ്പോ സഹിച്ച് മടുത്തിട്ടാ സാറേ. ചിലപ്പോ ഞാനത് ചെയ്യും. വിജയ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. സെബാസ്റ്റ്യ സാർ, വിജയന്റെ കയ്യിൽ നിന്ന് ഒരു പരാതി എഴുതി വാങ്ങിക്കാം. എന്തിനാ സാറേ പരാതി? എല്ലാ നിയമവും പെണ്ണുങ്ങളെ സഹായിക്കാനല്ലേ? അവർ നിയമപരിരക്ഷയ്ക്ക് പ്രഥമ സ്ഥാനം അർഹിക്കുന്നുണ്ട്. വിജയൻ ഒരു പരാതിത. പ്രതാപൻ സാറ് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തോളൂ. ചെല്ല്. ശരി സാർ. പൊയ്ക്കോ. സെബാസ്റ്റ്യ സാർ, അപ്പൊ നമ്മുടെ നാട്ടിൽ സ്ത്രീ പീഡനങ്ങൾ പോലെ തന്നെ പുരുഷ പീഡനവും ഉണ്ടല്ലേ? നമ്മളെ കുടുംബങ്ങളും ഇതൊക്കെ തന്നെയാണല്ലോ നടക്കുന്നത്. പക്ഷേ വിജയനെ പോലുള്ളവർ അത് അനുഭവിക്കുമ്പോ നമ്മളത് ആസ്വദിക്കുന്നു എന്ന് മാത്രം. നാളെ ആ ശാന്തയുടെ ഭർത്താവ് വരുമ്പോ പ്രതാപേട്ടൻ അയാളെ കാര്യമായിട്ടെന്ന് കൈകാര്യം ചെയ്യണം. ആ സാധു സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കുന്ന അയാളെ പോലുള്ളവരോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കരുത്. ആലിസേ, നിങ്ങൾ പെണ്ണുങ്ങളുടെ കണ്ണീർ ഇഷ്ടപ്പെടുന്നവരാ. ആണുങ്ങൾ കരഞ്ഞു കാണാൻ നിങ്ങൾ ഒട്ടും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ ഇന്ന് ഞാനൊരു ഭർത്താവിന്റെ കണ്ണീര് കണ്ടു. ഭാര്യയുടെ ക്രൂരമായ മാനസിക പീഡനം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സാധു. ഞാൻ ഈ പറഞ്ഞ ശാന്തയും ആത്മഹത്യയുടെ വക്കില. മദ്യപിച്ചെത്തുന്ന ഭർത്താവിന്റെ പീഡനങ്ങളിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്ന അവര് പറയുന്നേ. ആ കേസ് ഗൗരവത്തോടൊന്ന് കൈകാര്യം ചെയ്യണം. അതൊക്കെ നീ കൈകാര്യം ചെയ്താൽ മതി. പെണ്ണുങ്ങൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യണം. പണ്ടൊക്കെ കുടുംബങ്ങളിൽ ഇത്രയും പ്രശ്നമുണ്ടോ? ഇതുപോലെ ഡിവോഴ്സ് കേസുകളുണ്ടോ? എന്തുമാത്രം സന്തുഷ്ടമായ കുടുംബങ്ങളാണുണ്ടായിരുന്നത്. അന്നൊക്കെ എങ്ങനെയാ സന്തുഷ്ട കുടുംബങ്ങൾ ഉണ്ടായത്? തല്ലിയാലും കൊന്നാലും മക്കളെ ഓർത്ത് എല്ലാം സഹിച്ച് വീടിനുള്ളിൽ ഒരുക്കിത്തരുന്ന കുറെ പെണ്ണുങ്ങൾ. അല്ല, ശരിക്കുള്ള അമ്മമാർ. അവരാ കുടുംബങ്ങൾ നിലനിർത്തിയത്. അറിയാമോ? പിന്നെ എന്തുകൊണ്ട് ഇന്നതായിക്കൂടാ? അത് ശരി. അപ്പൊ അന്നത്തെ ആ സ്ത്രീജനങ്ങളെയാ ഈ 21ാം നൂറ്റാണ്ടിലും പ്രതാപേട്ടനെ പോലുള്ള ആണുങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ലേ? ആ പെണ്ണുങ്ങളെ സഹായിക്കാൻ എന്തുമാത്രം നിയമങ്ങളുണ്ട്. അതിന്റെ ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം. അതുകൊണ്ട് എന്തുമാത്രം ഗുണങ്ങൾ നമുക്കുണ്ടായി. ഉണ്ടായി. ആ നിയമത്തിന്റെ മറവിൽ ഒരുപാട് പെണ്ണുങ്ങൾ ആണുങ്ങളെ പീഡിപ്പിച്ചു തുടങ്ങി. ഞാൻ മുമ്പ് പറഞ്ഞ വിജയനടക്കം. സത്യം പറഞ്ഞാൽ അത്യപൂർവമായ ഒരു കേസാ വിജയന്റേത്. പുരുഷ പീഡനം. പക്ഷെ അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ. അതാ കുഴപ്പം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതെന്നല്ലേ നിയമം അനുശാസിക്കുന്നത്. പക്ഷെ വിജയന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം. അപ്പൊ ശാന്തയോ? ശാന്തയല്ല, വിജയന്റെ കേസാണ് എന്റെ മനസ്സിൽ. ആദ്യം അത് ഞാനൊന്ന് പരിഹരിക്കും. ഇതാരാ തന്റെ ഭാര്യ? അപ്പൊ ആ ബോധ്യം ഉണ്ട്. മദ്യപിച്ച് കൂട്ടുകാരുമായി കൂത്താടി വന്ന് ഭാര്യ തല്ലുന്നതാണോ ആണത്തം? ആലിസെ, വിജയനാണ് പരാതിക്കാരൻ. കുഴപ്പക്കാരി ശാന്തയാ. ദേ, എന്റെ വായിന്നൊന്നും കേൾക്കരുത് കേട്ടോ സാറേ. ഞാനാണ് ഈ സാറിന് പരാതി കൊടുത്തത്.
അതെങ്ങനെ ശരിയാവും? വിജയന്റെ പരാതി അനുസരിച്ചാണല്ലോ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. സെബാസ്റ്റ്യൻ സാറിനാ തെറ്റിയത്. ഈ നിൽക്കുന്ന ശാന്തയുടെ പരാതി അനുസരിച്ചാ വിജയനെ വിളിപ്പിച്ചത്. അതെന്തു പറച്ചില്ല സാറേ. ഞാൻ ഇന്നലെ SI സാറിനെ കണ്ട് ഭാര്യയുടെ മാനസിക പീഡനം മൂലം ഞാനും എന്റെ മക്കളും ദുരന്തം അനുഭവിക്കുന്നുവെന്ന് പരാതി കൊടുത്തതല്ലേ? ഇതാണ് കറക്റ്റ്. അതെങ്ങനെ കറക്റ്റ് ആവും? ഈ ശാന്ത ഇന്നലെ വനിതാ ഹെൽപ്പ് ലൈനിലെത്തി ഭർത്താവിനെതിരെ പരാതി തന്നതാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പരാതി തരുമ്പോ ഈ സബീന ഉണ്ടായിരുന്നു. ഞാൻ SI സാറിന് പരാതി കൊടുക്കുമ്പോ ഈ സെബാസ്റ്റ്യൻ സാറും ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നതാ? ഞാൻ ആ ശാന്തയുടെ പരാതിക്ക് അനുസരിച്ച് വിജയനോട് സ്റ്റേഷൻ വരെ എത്തണമെന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞത്. SI സാറ് പറഞ്ഞിട്ട് ഇന്ന് സ്റ്റേഷനിലെത്താൻ ശാന്തയോട് ഞാനും വിളിച്ചു പറഞ്ഞിരുന്നു. ഇപ്പൊ കാര്യം മനസ്സിലായി. എന്ത്? ശാന്ത ഭർത്താവിനെതിരെ കൊടുത്ത പോലെ വിജയൻ ഭാര്യക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവൾ എനിക്കെതിരെ പരാതി തന്നോ? എന്തിന്? മദ്യപിച്ച് ഭാര്യയെ പീഡിപ്പിക്കുന്നതിന്. അത് നുണയാ. എന്റെ പരാതിയാ സത്യം. ഭാര്യയെ തല്ലിച്ചതച്ചത് പോരാഞ്ഞിട്ടാണോ കള്ള പരാതിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? എന്റേത് കള്ളപ്പരാതി അല്ല സാറേ, സത്യമാ. വനിതാ പോലീസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ ഇനി യാതൊരു വിധ പ്രശ്നവും ഉണ്ടാവില്ലെന്ന് എഴുതി ഒപ്പുവെച്ച് തന്നിട്ട് ഭാര്യയോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വെക്കോ. ആലിസിനെ പ്രതാപ് സാർ വിളിക്കുന്നു. സബീനെ, ഒരു പേപ്പർ എടുത്ത് ഇയാളെ കൊണ്ട് എഗ്രിമെന്റ് എഴുതി വാങ്ങിച്ചു. കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത് കള്ളന്മാരുടെ ലക്ഷണമാണ്. എന്തിനാണ് ഓഫീസിലെ ആലീസ് ഇത്രയും ശബ്ദം ഉയർത്തി സംസാരിച്ചത്? ചിലരുടെ കാര്യത്തിൽ നിയന്ത്രണം വിട്ടു പോകും സാർ. അപ്പൊ കൈ ഉയർത്തി ഒന്ന് കൊടുക്കുക വേണ്ടത്. പക്ഷേ ഈ ജനമൈത്രി പോലീസ് ഏത് തെറ്റ് ചെയ്തിട്ട് വരുന്നവനെയും ഹൃദ്യമായി സ്വീകരിക്കണമെന്നാണല്ലോ ഡിപ്പാർട്ട്മെന്റ് ഓർഡർ. അപ്പം നമ്മൾ ശബ്ദം ഉയർത്തിയെങ്കിലും പ്രതിഷേധിക്കണ്ടേ സാർ? വേണ്ട. അങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ ഇവിടെ SI പ്രതാപചന്ദ്രനുണ്ട്. മനസ്സിലായോ? സാർ, നിരാലംബയായ ഒരു സ്ത്രീയെ നിരന്തരം ദ്രോഹിക്കുന്ന ഒരു ഭർത്താവ് അവരുടെ മക്കളുടെ മുമ്പിലിട്ട് അമ്മ ഉപദ്രവിക്കുന്നു. ആലിസ് കണ്ടോ? അത് ഞാൻ കണ്ടില്ല. ആ സ്ത്രീ കണ്ണീരോടെ പറഞ്ഞതാ. അങ്ങനെ കണ്ണീരോടെ പറയുന്നതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ. അവർക്ക് കണ്ണീര് വെച്ച് മറക്കാൻ കഴിയുന്ന ഒരുപാട് കള്ളത്തരങ്ങളുണ്ട്. ആ സ്ത്രീയെയും ഭർത്താവിനെയും സാറൊന്ന് വിളിച്ച് സംസാരിക്ക്. അപ്പൊ കാര്യങ്ങൾ ബോധ്യപ്പെടും. അത് രണ്ടാമത്. ഭാര്യയുടെ നിരന്തര പീഡനങ്ങൾക്കിരയായ ഒരു ഭർത്താവിന്റെ കേസ് എനിക്കിപ്പോ കൈകാര്യം ചെയ്യാനുണ്ട്. അയാളും ഭാര്യയും വന്നിട്ടുണ്ട്. ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആവാം ആലീസ് പറഞ്ഞ പ്രശ്നം. ഞാൻ പറഞ്ഞ പ്രശ്നവും ഇപ്പൊ പ്രതാപേട്ടൻ പറഞ്ഞ സോറി സാറ് പറഞ്ഞ പ്രശ്നവും ഒന്ന് തന്നെയാണ്. കണ്ടോ സാറേ, ഇവിടെ വെച്ച് പോലെ ഈ ദുഷ്ടൻ എന്നെ ഉന്തി തള്ളിയിടാൻ നോക്കി. എന്നിട്ട് വീണത് അയാളാണല്ലോ. അതയാളുടെ ദുഷ്ട മനസ്സിന് ദൈവം കൊടുത്ത ശിക്ഷയാ. സാറേ, എന്നെ എന്റെ കുഞ്ഞുങ്ങളെ ദ്രോഹിച്ചത് പോരാഞ്ഞിട്ട് ഞാൻ എവളെ ഉപദ്രവിച്ചു എന്ന് കാണിച്ച് പരാതി കൊടുത്തിരിക്കുക. നിങ്ങൾ എന്നെ തല്ലിയില്ലേ? ആരാണെങ്കിലും തല്ലിപ്പോടി, അതല്ലേ നിന്റെ സ്വഭാവം. വിജയ, ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ സമാധാനമായിട്ട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാനാ രണ്ടുപേരെ വിളിപ്പിച്ചത്. ഇങ്ങനെ തല്ലുകൂടാനാണെങ്കിലേ ഈ പ്രശ്നം ഒരിക്കലും അവസാനിക്കില്ല. ശാന്ത പറയുന്നത് ന്യായമല്ലേ സാർ? മദ്യപിച്ച് പാതിരാത്രിയിൽ കൂട്ടുകാരോടൊപ്പം കയറി ചെന്നാൽ ഏത് ഭാര്യ സഹിക്കുന്നേ? ഞാൻ മദ്യപിക്കുമെന്നോ? ഞാൻ മദ്യപിക്കുന്ന ആളല്ല സാറേ. ശാന്തേ, ഞാനാണോട് മദ്യപിച്ച് കൂട്ടുകാരെയും കൂട്ടി വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? ഉള്ള കാര്യം ഞാൻ പറയാം സാറേ. ഇവക്കൊരു ആങ്ങളെയും കുറച്ച് കൂട്ടുകാരും അവരെല്ലാം കൂടി ചേർന്ന് ചില ദിവസം എന്റെ മുറ്റത്ത് കമ്പനി കൂടി. ഒരു ദിവസം ഞാൻ അവരെ അടിച്ച് പുറത്താക്കി. അതാ സംഭവം. അതിന് ഇവള് പറഞ്ഞെന്താ? ശാന്തേ, വിജയം പറഞ്ഞത് ശരിയാണോ? ശരിയാ. ഇയാൾ എന്റെ ആങ്ങളെ തല്ലി എന്ന് പറഞ്ഞത് നേരാ. വിജയൻ മദ്യപിക്കൂന്ന് പറഞ്ഞതോ? മദ്യമല്ല സാറേ, കഞ്ചാവാ. അതെ, മാറ്റി മാറ്റി പറയാ. സത്യം പറ. ഇഷ്ടത്തിന് ജീവിക്കാൻ ഇയാൾ സമ്മതിക്കില്ല. അപ്പൊ ശാന്ത പറഞ്ഞതല്ല, വിജയൻ പറഞ്ഞതാണ് സത്യം. വിജയൻ ശാന്തയല്ല, ശാന്ത വിജയനെയാണ് പീഡിപ്പിക്കുന്നത്. ആലിസേ, നടപടി എടുക്കേണ്ടത് ശാന്തക്കെതിരാ. എന്റെ പേരിൽ അങ്ങനെ നടപടി എടുത്താലുണ്ടല്ലോ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ സൈഡാണല്ലേ? ഞാൻ കാണിച്ചു തരാം. എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം. നോക്കിക്കോ, നിങ്ങൾ എന്റെ ശവേ കാണുള്ളൂ. നാട്ടുകാരെല്ലാം വിളിച്ചുകൂടി ഞാൻ തീ കൊടുക്കും. കാണിച്ചു തരുന്ന കാണിച്ചു തരണം. പ്രതാപേട്ട, എന്താ ഇത്? കള്ളത്തരം പൊളിഞ്ഞതിന്റെ പ്രകടന പൊക്കോട്ടെ. നമുക്കൊന്നുകൂടെ വിളിച്ച് ഒന്ന് ഉപദേശിക്കാം. അവിടെ മട്ടും ഭാവമൊക്കെ മാറിയിട്ടുണ്ട് സാറേ. ഈ വാശിക്ക് അവൾ ആത്മഹത്യ ചെയ്യൂ.
പ്രതാപേട്ടന്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ട് ശാന്ത ആത്മഹത്യ ചെയ്യുന്നെങ്കിലോ? അങ്ങനെ ചെയ്യോ? ചെയ്താ എല്ലാരും അയാൾക്ക് സൈഡ്. ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം, എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കാം. ആഹാ കാലമാടാ, ഞാൻ ഇനി ജീവിച്ചിരിക്കൂല കാലമാടാ. ആഹാ ഇനിയാണ് എന്റെ ശവം കാണും, നോക്കിക്കോ. ആഹാ ഇതിവിടെ മിക്ക ദിവസവും ഉള്ള പരിപാടിയാ സാറേ. ബഹളം കാരണം ഞങ്ങളൊരു പരാതി തരണമെന്ന് വിചാരിച്ചിരുന്നതാണ്. നാട്ടുകാർ പറഞ്ഞപ്പോ സാറിന് വിശ്വാസമായല്ലോ. അവളോടൊന്നും ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും ചോദിച്ചാൽ ഗ്യാസ് ഓൺ ചെയ്ത് മക്കളെയും പിടിച്ച് തീപ്പെട്ടി വായി നിൽക്കും. കാണിച്ചു തരാം ഞാൻ. ആഹാ എന്റെ ജീവിതം നശിച്ചു. ഇനി ഏവനെങ്കിലും ഇങ്ങോട്ട് വന്നാൽ ഞാൻ തീ വെച്ച് ചാവും. ആഹാ അവർ ആത്മഹത്യ ചെയ്യൂ ചേച്ചി? ഒന്നും പറയാൻ പറ്റില്ല. എങ്കിൽ ആദ്യമായി ലൈവായിട്ടൊരു ആത്മഹത്യ കാണാം. അവർക്ക് 2 കുട്ടികളുണ്ട്. അവർ സ്കൂളിൽ പോയിരിക്കില്ലേ? ഞങ്ങൾ ചെന്നവരെ പിടിക്കട്ടെ. നിക്ക്, നിങ്ങൾ ചെന്നാൽ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അവരെന്തെങ്കിലും ചെയ്തെന്നിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ സ്വയം മുറിവുകൾ ഉണ്ടാക്കും. പിന്നെ എന്ത് ചെയ്യും? നോക്കാം. എന്തെങ്കിലും വന്നേ. ആഹാ ഇങ്ങോട്ട് പിടിച്ച് എന്നെ ഇല്ലാതാക്കാൻ നോക്കണം. ഇത്രയേ ഉള്ളൂ. ശരി, താങ്കല്ലേ. ദേ, അവർ ആത്മഹത്യ ചെയ്താൽ നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുമേ. എടുക്കാം. അതിനവര് ആദ്യം ആത്മഹത്യ ചെയ്യട്ടെ. എല്ലാത്തിനും ഞാൻ കാണിച്ചു കൊടുക്കാം. ആ 2 പിള്ളേരുടെ ഈ വിജയന്റെയും ജീവിതം ഇവൾ ഒറ്റ തൊലിച്ചത്. വേറെ ജീവിക്കണമെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി ഒടുവിൽ അമ്മായിയമ്മ ചെരവുകൊണ്ട് അടിച്ച പാർട്ടിയാ അവള്. ഇങ്ങോട്ട് വരരുത്, വന്നാ ഞാൻ തീ കത്തിക്കും. കത്തിക്കടി. എത്ര നാളായി നീ എന്നെ തീതിരിക്കുന്നു. ഇത് കണ്ടും കേട്ട് ഞാൻ മടുത്ത്. നീ കത്തിക്ക്. ഞാൻ കത്തിക്കും. നീ കത്തിക്കടി. ചേച്ചി, ഗ്യാസിന്റെ സ്മെല്ല്. പ്രതാപേട്ട, ഇവിടെ കാഴ്ചക്കാരെ നിന്നാ ശരിയാവില്ല. വേഗം എന്തെങ്കിലും ചെയ്യണം. ധൃതി പിടിക്കാതെ വിജയന് ഒരു അവസരം കൊടുക്ക്. നീ കത്തിക്കടി. ഞാൻ കത്തിക്കുമെന്ന്. നീ കത്തിക്ക്. ആഹാ അതിനകത്ത് കൊള്ളിയില്ല അല്ലേ? എടി, ആ ഒഴിഞ്ഞ തീപ്പെട്ടിയുമായിട്ട് നീ എത്ര കിലോ ഗ്യാസ് ആടി ഓരോ ദിവസവും തുറന്നു വിട്ടുകൊണ്ടിരുന്നത്? ഇന്നുകൊണ്ട് അതിന് അവസാനം ഉണ്ടാക്കും ഞാൻ. നിന്റെ ആഗ്രഹം പോലെ നീ മാത്രമല്ല, ഞാനും തീരാൻ പോവാ. ഇതേ കൊള്ളിയില്ലാത്ത തീപ്പെട്ടിയല്ല, ഞെക്കിയാ കത്തുന്ന ലൈറ്ററാ. റെഡി? ഞാൻ കത്തിക്കും. മാറിയില്ലടിയോട്. ഇന്നുകൊണ്ടല്ല അവസാനിപ്പിക്കും. നമ്മൾ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന് മക്കൾ എന്ത് വിളിച്ചു? അവര് 2 ആമ്പിള്ളേരാ. അവരെങ്ങനെയും ജീവിച്ചോളും. എനിക്കിനി ജീവിക്കണം. കൂട്ടത്തിൽ നിന്നെയും കൊണ്ടുപോകും. ഞാൻ കത്തിക്കും. എനിക്ക് ചാവണം. എനിക്ക് ചാവണം. എനിക്ക് ചാവണം. എനിക്ക് ചാവണം. ഇനി ചാവണമെന്ന് പറയൂടെ നീ? ചാവണം എനിക്ക്. തങ്കക്കുടം പോലത്തെ 2 മക്കളെ എല്ലി ഈശ്വരൻ തന്നത്. അവർക്ക് ഒരു നേരമെങ്കിലും നീ സ്വൈര്യം കൊടുത്തിട്ടുണ്ടോ? സമാധാനത്തോടെ ജീവിക്കാവിടെ എനിക്കിനി. അങ്ങനെ ജീവിക്കാന്ന് വെറുതെ പറഞ്ഞാ പോരാ, ജീവിച്ച് കാണിക്കണം. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുവോ? ഇത് അത്ഭുതമാണല്ലോ. കീരിയും പാമ്പും പോലെ കഴിഞ്ഞിരുന്നവര് ഒരു 5 മിനിറ്റ് കൊണ്ട് ചക്കര ഈച്ചയും പോലെ ആയല്ലോ. അതാണ് പ്രതാപേട്ടന്റെ മിടുക്ക്. ആൽസേ, 2 എണ്ണത്തിനെ കൈയോടെ പിടിച്ച് വണ്ടി കയറ്റിക്കോ. ആത്മഹത്യാ ശ്രമത്തിന് കേസെടുക്കാനോ സാറേ? ഏയ്, അതിനല്ല. 2 പേർക്കും ഇനി ഒരു പരാതിയും ഇല്ല എന്ന് എഴുതി തരാൻ. പോ വിളിച്ചോ. ലൈറ്റർ കൊടുക്ക്. ഓ, എന്താ നോക്കിയിരിക്കുന്ന? പോ 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 പോ. പിടിച്ചു കയറ്റ്. സാറേ, ഈ ലൈറ്റർ എങ്ങാനും കത്തിയിരുന്നെങ്കിലോ? സാറേ, ഇത് കത്തുന്നതാണോ?
അയ്യോ പ്രതാപേട്ടാ, ഞാനിവിടെ ഉണ്ടാലിസേ. എവിടെ? ഞാനും